ബിജെപി ദേശീയ അധ്യക്ഷനെ നാളെ പ്രഖ്യാപിക്കും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. ഒന്നിൽ കൂടുതൽ ലഭിച്ചാൽ വോട്ടെടുപ്പിലൂടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കും. നിലവിലെ സാഹചര്യത്തിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബീൻ ഐകകണ്ഠേന തെരഞ്ഞെടുക്കാനാണ് സാധ്യത. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഐകകണ്ഠേന നിതിൻ നബീന്റെ പ്രഖ്യാപനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതല്ലേ? ബീഹാറിൽ നിന്നുള്ള നേതാവ് നിതിൻ നബീൻ നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെയും മറ്റ് നോമിനേഷൻ നടപടികളും ഒക്കെ തന്നെ പൂർത്തിയാകുന്നത്. സ്വാഭാവികമായും നിലവിൽ ഇതുവരെയും പത്രികകൾ അധികമായി ഒന്നും തന്നെ വന്നിട്ടില്ല. ഒന്നിൽ കൂടുതൽ പത്രിക വന്നാൽ അത് തെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നുള്ളതാണ് നടപ്പ് രീതി. ഇതുവരെയും നിതിൻ നബീന്റെ പത്രിക മാത്രമാണ് വന്നത്. അങ്ങനെയെങ്കിൽ ഐക്യകണ്ഠേന നിതിൻ നബീൻ BJPയുടെ അടുത്ത അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടും. 45 വയസ്സുകാരനാണ്. JP നദ്ദയ്ക്ക് ശേഷം നിലവിൽ അദ്ദേഹമായിരിക്കും BJPയെ രാജ്യത്ത് നയിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ പാർട്ടിയിൽ ഇതാദ്യമായിരിക്കും ഇത്രയും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി BJPയെ നയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത്. മുൻപ് BJPയുടെ പ്രസിഡന്റുമാരുടെ അധ്യക്ഷന്മാരുടെ ഒക്കെ തന്നെ പട്ടിക എടുത്ത് നോക്കിയാൽ ഇത്രയും പ്രായം കുറഞ്ഞ വ്യക്തി എത്തുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിരിക്കും. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. 25-ാം വയസ്സിൽ MLA ആയി തുടങ്ങിയ വ്യക്തിയാണ്. ഛത്തീസ്ഗഡിലടക്കം തെരഞ്ഞെടുപ്പിൽ BJPക്ക് മിന്നും വിജയം നേടിക്കൊടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം കൂടിയാണ് നിതിൻ നബീൻ. സ്വാഭാവികമായും അദ്ദേഹം തന്നെ അധ്യക്ഷനാകും എന്ന് കരുതാം. നാളെയാണ് പ്രഖ്യാപനം. ശരി ശ്രീകാന്ത്, BJP ദേശീയ അധ്യക്ഷ പ്രഖ്യാപനം നാളെ ഉണ്ടാകും. നിലവിലത്തെ സാഹചര്യത്തിൽ നിതിൻ നബീൻ ഐകകണ്ഠേന തെരഞ്ഞെടുക്കാനാണ് സാധ്യത എന്നുള്ളതാണ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.